നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ 3:18 വായിക്കാം. 2 കൊരിന്ത്യർ 3:18. 2 കൊരിന്ത്യർ 3:18. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ആമേൻ. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു. ഇംഗ്ലീഷിൽ ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. ഹല്ലേലൂയ. ദാറ്റ്സ് എ ടോപ്പിക് ടുഡേ. ടോപ്പിക്ക് നാം എത്രത്തോളം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചവരാണ്. ദാറ്റ്സ് എ ടോപ്പിക് ടുഡേ. നാം എത്രത്തോളം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചവരാണ്. ഹൗ ഗ്ലോറിയസ് വി ഹവ് ബിക്കം. ദാറ്റ്സ് എ ടോപ്പിക് ടുഡേ. ദൈവങ്ങൾ വിചാരിക്കും ടോപ്പിക് എന്താണെന്ന്, അല്ലേ? ഉണ്ട്. അത് നമുക്കറിയാം. തേജസ്, വിവിധ തരം തേജസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് തിരുവനന്തപുരത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് നമ്മൾ അറിയാൻ വാക്യമായിട്ട് വായിക്കുന്നില്ല. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതായിട്ട് വായിക്കുന്നുണ്ട്. 3-ാം സ്വർഗം ആരാ മൂടുന്നത്? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഓക്കെ, സ്തോത്രം. സ്വർഗത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പം വളരെ ഡീറ്റെയിലായിട്ട് പഠിക്കാനുണ്ട്. പക്ഷേ സ്തോത്രം നമുക്ക് ഇപ്പോഴോട്ടൊന്നും പോകുന്നില്ല. സ്തോത്രം. നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരുടെ നിത്യവാസസ്ഥലങ്ങളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 14-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് 21-ാം അധ്യായം 1-2 വാക്യം വായിക്കാം. വെളിപ്പാട് 21-ാം അധ്യായം 1-2 വാക്യം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ആമേൻ. ദൈവമക്കളെ, വിശുദ്ധന്മാരുടെ നിവാസങ്ങളെ കുറിച്ചുകൂടെ പറയാണ്. ഇവിടെ പല കാര്യങ്ങൾ കാണുന്നുണ്ട്. പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ യെരൂശലേം, സിയോൻ, ഇതൊക്കെ നമ്മളിവിടെ കാണുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സിയോൻ എന്ന് പറഞ്ഞ സ്വർഗം ദൈവസ്നേഹത്താൽ നിറഞ്ഞ സ്ഥലമാണ്. ഈ ഭൂമി ജീവിക്കുന്നവർ അവരുടെ ആത്മീയ ജീവിത നിലവാരത്തിന് ആനുപാതികമാവണ്ണം ഈ 4 സ്വർഗീയ വാസസ്ഥലങ്ങളിലും അത് അവകാശമായിട്ടായിരിക്കും കിട്ടുന്നത്. സ്വർഗീയ വാസസ്ഥലം പല രീതിയിലാണ്. ഇപ്പം തന്നെ ഇവിടെ ഈ ഭൂമിയുണ്ട്, ആകാശമുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. എന്നാൽ സ്തോത്രം, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമുള്ളവന് നിത്യതയിൽ ഒരുക്കിയിരിക്കുന്ന സ്ഥാനമാണ് നമ്മൾ ഇപ്പം വായിച്ചത്. സ്തോത്രം. മത്തായി 25:32 എന്ന് വായിച്ച സാർ. മത്തായി 25:32. മത്തായി 25:32. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച്. അപ്പം ചെമ്മരിയാടുകളിൽ അവത്തിന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. നമ്മൾ താഴെ വായിച്ചത് ഉണ്ട്. ഓക്കെ. അപ്പോൾ സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അപ്പം ചെമ്മരിയാടുകൾ, അതെ, സ്തോത്രം, ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് അവരുടെ ജീവിത നിലവാരത്തിൽ അവർ ചെയ്തിരിക്കുന്നത്, രോഗികളെ സന്ദർശിച്ചത്, വിശപ്പുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നത്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത്, ഇങ്ങനെ ദൈവം ചെയ്ത പല നന്മകളെക്കുറിച്ചും ഒക്കെ അവർ പറയും. ഒന്ന് ഈ 25-ാം അധ്യായം 37-38 വാക്യം വായിച്ച സാരി. 37-38. നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അവന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിക്കുവാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിക്കുവാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? അതെ, ഞങ്ങൾ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് ഇവർ പറയുന്നു. ഇവർ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമുള്ളവരാണ്. തങ്ങളെക്കുറിച്ച് ഉള്ള ചിന്ത ഉള്ളവരുമാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച്
ഇവർ ചിന്തിച്ചിട്ടില്ല. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ നഗ്നനായിരുന്നു, ഭക്ഷിപ്പാൻ ആഹാരം തന്നില്ല, അല്ലെങ്കിൽ വിശന്നു. അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ കൂട്ടര് മറ്റുള്ളവർ പ്രശംസിക്കണം, മറ്റുള്ളവർ പുകഴ്ത്തണം, സ്ഥാനമാനങ്ങൾ കൊതിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിൽ ആണ് പോകുന്നവരാണ്. അത് മറ്റുള്ളവർ പ്രശംസിക്കാതിരിക്കുമ്പോൾ അവർ ഇടറിപ്പോകുന്നു. അങ്ങനെയുള്ളവർക്കൊന്നും സ്വർഗത്തിൽ സ്ഥാനമൊന്നുമില്ല. നമ്മൾ പുതിയ ഭൂമി സ്തോത്രം ലൂക്കോസ് 3:8 എന്ന് വായിച്ചാൽ, ലൂക്കോസ് 3:8. ലൂക്കോസ് 3:8. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുകയും അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളതുകൊണ്ട് പറയുവാൻ തുനിയരുത്. അബ്രഹാമിനെ കല്ലിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. അപ്പോൾ അതിൽ ഒരു കാര്യമുണ്ട്. ഇവിടെ വളരെ ആത്മീയ മർമ്മങ്ങളിൽ കൂടിയാണ് സംസാരിക്കുന്നത് കേട്ടോ. ദൈവമക്കൾ ആ രീതിയിൽ ധ്യാനിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ ഒരു പദപ്രയോഗം നടക്കുന്നുണ്ട്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്ന് പറയുമ്പം 100 മേനി വിളയുന്ന വൃക്ഷമുണ്ട്, ബൈബിളുണ്ട്. 50 മേനിയുണ്ട്, 20 മേനിയുണ്ട്, പലതുണ്ട്. നമ്മളെങ്ങനെ ഫലം കഴിക്കുന്നു? ദാറ്റ്സ് എ പോയിന്റ്. അപ്പം നമ്മളെല്ലാം മാനസാന്തരപ്പെട്ടതാണ്. രക്ഷിക്കപ്പെട്ടവരുണ്ട്, അഭിഷേകം പ്രാപിച്ചവരുണ്ട്, പ്രവാചകന്മാരുണ്ട്. പക്ഷെ ഈ മാനസാന്തരത്തിനനുസരിച്ചുള്ള യോഗ്യമായ ഫലം കായ്ക്കുന്നുണ്ടോ? ഇത് ആത്മീയ മർമ്മമായി പറയുന്നത്. സ്വർഗത്തിൽ എല്ലാവരും പോകും, പക്ഷേ ചിലപ്പോൾ പുതിയ ഭൂമിയിലായിരിക്കും ചെന്ന് പെടുന്നത്, അല്ലെ പുതിയ ആകാശത്തായിരിക്കും, അല്ലെ പുതിയ യെരുശലേമിലായിരിക്കും. ഇതെവിടാ? ഇതാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. നമ്മളിപ്പം 10,000-20,000 പ്രസംഗം ബോസ്റ്റൺ സഭയെ കേട്ടു. 50 വർഷമായി സ്നാനപ്പെട്ടിട്ട് ഇപ്പം എങ്ങനെ നമ്മുടെ ഫലം കായ്ക്കും? നമ്മൾ എങ്ങനെ ഫലമായിരിക്കുന്നത്? ഇപ്പോഴും ഗുസ്തിയും അടിയും പിടിയും പ്രസിഡന്റ് പദത്തിന് വേണ്ടിയും അത് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉള്ളതായ ചിന്താഗതിയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? ആത്മാവിൽ വളർന്നിട്ടുണ്ടോ? ചിന്തിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കേ മനസ്സിലാവുള്ളൂ. അതെ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. അപ്പോൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ഫലം കായ്ക്കും. ഒന്നേ 10 മേനി, അല്ലെ 20 മേനി, അല്ലെ 100 മേനി ഉണ്ടല്ലോ, ഉണ്ട്. അപ്പം സ്തോത്രം. അപ്പം നമുക്ക് ഈ ഓഹരി കിട്ടുന്നത് എങ്ങനെയാണ്? ഏത് സ്തോത്രം? അത് ഓഹരി കൊടുക്കുന്നത് അത് അവരുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും. 1 കൊരിന്ത്യർ 15:40 എന്ന് വായിക്കുക സാർ. 1 കൊരിന്ത്യർ 15:40. പുതിയ ശരീരങ്ങൾ ഭൗമ ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങൾ തേജസ് വേറെ, ഭൗമ ശരീരങ്ങൾ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ. ഇവിടെ പറയാണ് സ്വർഗീയ ശരീരങ്ങളുടെ കൊണ്ട് ഭൗമ ശരീരമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. നമ്മൾ ടൈറ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. നമ്മുടെ ടൈറ്റിൽ എന്തുവാ? നാം ഇത്രത്തോളം തേജസ് പ്രാപിച്ചവരാണ്. ഇവിടെ 41-ാം വാക്യം വായിച്ചേ. നക്ഷത്രവും തമ്മിൽ തേജസ് വ്യത്യാസമുണ്ട്. കോടാനുകൂടി നക്ഷത്രമുണ്ട്. ഈ നക്ഷത്രങ്ങൾ തമ്മിൽ തേജസ് വ്യത്യാസമുണ്ട്. ഇതൊക്കെ ആത്മീയ മർമ്മമായി പൗലോസ് പറയുന്നത്. ഇവിടെ പൗലോസ് സയൻസ് പഠിപ്പിക്കുകയല്ല, ശാസ്ത്രം പഠിപ്പിക്കുകയല്ല, ആത്മീയ മർമ്മങ്ങളായി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്തോത്രം. ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്. ആലടി ഇതൊക്കെ വചനത്തിൽ കാണുന്ന വാക്യങ്ങളാണ്. സ്തോത്രം. അലംഭാവത്തോടുകൂടി ഭക്തി അല്ല വേണ്ടത്. അലംഭാവത്തോടുകൂടി ഭക്തി പോകാനല്ല ദൈവം നമ്മളെ കുറിച്ച് വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. പുതിയ ആകാശം. ചില കാര്യങ്ങളൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹം, പക്ഷേ ഇവിടെ പറഞ്ഞാൽ അത്രയും
ചിലപ്പം ചിലർ വേണേൽ പറയാം ഞാൻ ദുരുപദേശം പഠിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ വേണമെങ്കിൽ അതിനോട് കൂടുതലൊന്നും ഞാൻ പോകുന്നില്ല. അതായത് ഇപ്പം ഞാനിപ്പോൾ പറയാം, പുതിയ ആകാശത്തിൽ താമസിക്കുന്നവരുടെ അവസ്ഥ പുതിയ ഭൂമിയിൽ നിന്നും വസിക്കുന്നവരുടെ നിന്നും അല്പം കൂടെ ഉയർന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കൊന്ന് പ്രൂവ് ചെയ്യണം. അതങ്ങനെയോട് എന്ന് ഞാൻ പറഞ്ഞിരിക്കട്ടെ. പുതിയ ഭൂമിയിൽ താമസിക്കുന്നവരെക്കാട്ടിലും പുതിയ ആകാശത്തിരിക്കുന്നവരുടെ തേജസ് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആൾക്കാർ ഞാൻ വേണമെങ്കിൽ ദുരുപദേശം പഠിപ്പിച്ചെന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിലോട്ട് പോകുന്നില്ല. സ്തോത്രം. പക്ഷേ ദൈവവചനം നമ്മൾ ഓരോന്നോരോന്ന് പഠിക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. സ്തോത്രം. നാം എത്രത്തോളം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു. സ്തോത്രം. അതെ, അതുകൊണ്ട് ദൈവമക്കളെ സ്തോത്രം. ആകാശത്തിൽ സ്തോത്രം നമുക്കറിയാം. വെളിപ്പാട് 14:12 വായിച്ച സോറി, വെളിപ്പാട് 14:12. വെളിപ്പാട് 14:12. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സാക്ഷ്യമുണ്ട് ഇവിടെ ആവശ്യം. വിശുദ്ധന്മാരുടെ വിശ്വാസം കാത്തുകൊള്ളുന്ന, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സാക്ഷ്യം. അപ്പം വിശുദ്ധന്മാരെന്ന് പറയുവാൻ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വിശുദ്ധ ഗണമെന്ന് പറയാൻ നമുക്ക് അതിനുള്ള യോഗ്യത നേടിയിട്ടുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്തോത്രം. ഒരു ചിന്തയ്ക്ക് വേണ്ടി പറയുന്നത് വിശുദ്ധന്മാരുടെ കൂട്ടമാണ് നമ്മൾ. ഇവിടെ വിശുദ്ധരായിരുന്നാലല്ലേ അവിടെ വിശുദ്ധിയാകത്തുള്ളൂ. ഫ്യൂണറൽ ഹോമിൽ വന്ന് കുറേ പ്രസംഗം നടത്തിയതുകൊണ്ട് പുണ്യോളനാകും? ഇല്ലല്ലോ. നമ്മൾ മരിക്കുന്നതിന് മുമ്പേ നമ്മൾ വിശുദ്ധന്മാരുടെ ഗണത്തിൽ വരണം ആണ്. ഇവിടെ വായിച്ച അങ്ങനെയാണല്ലോ. സഹിഷ്ണുത കൊണ്ട് യേശുവിലുള്ള വിശ്വാസം കാത്തുകൊള്ളണം ആണ്. അത് മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ കേൾക്കേണ്ട പ്രസംഗം എന്താ? പെന്തിക്കോസ്തുകാർ ഇലക്ഷന് നിൽക്കണം, പഞ്ചായത്ത് മെമ്പറാകണം, പഴയ പെന്തിക്കോസൊന്നും അല്ല, പെന്തിക്കോസിൻ്റെ എണ്ണമൊക്കെ കൂടി. അതാ ഇപ്പം പാസ്റ്റർമാർ പ്രസംഗിക്കുന്നത്. ഇതിനാണോ ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്? ദൈവമക്കളെ, കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യമാണ് ഇപ്പം കേൾക്കുന്നത്. ഇത് യേശുവിലുള്ള വിശ്വാസം കാത്തുകൊള്ളുന്നതാണ്. അല്ല, ഇലക്ഷനിൽ നിൽക്കാനാണ്. ഇവിടെ ബില്ലി ഗ്രഹാം നിങ്ങൾക്കറിയാമോ? ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ദൈവദാസനാണ് ബില്ലി ഗ്രഹാം. അദ്ദേഹത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റായിട്ട് നിർത്താനായിട്ട് ഇവർ ആഗ്രഹിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയിട്ട് നിന്നോ? അദ്ദേഹം നിന്നിരുന്നത് ജയിക്കുമായിരുന്നു. ബില്ലി ഗ്രഹാം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയിട്ട് നിന്നിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. അദ്ദേഹം നിന്നോ? ഇല്ലല്ലോ. കാര്യം അദ്ദേഹം പറഞ്ഞ് എന്നെ അതിനെ വിളിച്ചേക്കുന്നത്. മനസ്സിലാക്കണം. നമ്മൾ ബന്ധിക്കോസാരല്ലേ പ്രസംഗിക്കുന്നത്? ഇലക്ഷന് പോയി നിൽക്കുക എന്ന്. പൗലോസ് എന്താ പറഞ്ഞത്? ഇന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ, കരം കൊടുക്കണം. ഗവൺമെന്റിന് കൊടുക്കാനുള്ളത് ടാക്സും കാര്യങ്ങളും നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ കൊടുക്കണം. ഞാനെപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് റോം, കൊരിന്ത്, ടർക്കി, സൈപ്രസ്, ഇസ്രായേലിൻ്റെ നോർത്തേൺ ഭാഗങ്ങളൊക്കെ യാത്ര ചെയ്ത മനുഷ്യന് 3 മിഷണറി യാത്ര ചെയ്തിട്ടുണ്ട്. ഈ പോയിടത്തൊക്കെ ഭയങ്കരം റേസിസവും അടിമത്വവും നിലവിലുണ്ടായിരുന്നു. പൗലോസ് ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഭരണാധികാരികൾ കാണിക്കുന്ന തെറ്റാണ്, നിങ്ങൾ അവർക്കെതിരായിട്ട് കൊടി പിടിക്കണം, നിങ്ങൾ അവർക്കെതിരായിട്ട് പിക്കറ്റ് ചെയ്യണം, എങ്കിലാവ് വിളിക്കണം എന്നെവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദൈവമക്കളെ? ഇല്ല. നമ്മൾ ഈ ലോകത്തിലുള്ളവരെല്ലാം ഇത് പറയുകയും ചെയ്യും.
നമ്മൾ ഈ ലോകത്തിന് പൗരന്മാരല്ല. പൗലോസ് പറഞ്ഞത് നിങ്ങൾ കരം കൊടുക്കുന്നുണ്ട്, കരം കൊടുക്കണം. കർത്താവും കൊടുത്തിട്ടുണ്ടല്ലോ, അറിയാമോ? ഇതൊക്കെ പഠിക്കണം. അപ്പോൾ ഇന്നത്തെ പെന്തിക്കോസ്തിൻ്റെ ഉപദേശം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു? നിങ്ങൾ ഇലക്ഷനിൽ നിൽക്കണോ? ഇതിനാണോ ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്? ആണോ ദൈവമക്കളെ? അതാ പറഞ്ഞത്, വിശുദ്ധഗണത്തെ നമ്മൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കൂ. ഇതിനാണോ ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്? വീട് തോറും കയറി വോട്ട് ചെയ്യണമെന്ന് പറയാനാണോ ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്? അതാ പറഞ്ഞത്, ബന്ധിക്കോസ് പഴയ ബന്ധിക്കോസ് അല്ല. ഇപ്പോഴും പഴയ ബന്ധിക്കോസ് അല്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, അതെ, സ്തോത്രം. നമ്മൾ വായിച്ചു, യെസ്, വെളിപ്പാട് 7:14 വായിച്ചു. സോറി, വെളിപ്പാട് 7:14. വെളിപ്പാട് 7:14. യജമാൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ആമേൻ. കുഞ്ഞാടിന്റെ രക്തത്തിൽ. അതെ, ഇനി 9:14 വായിച്ചത്. 9 വാക്യം 7:9 വായിച്ചത്. 9. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നും ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയില് ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിനും ദൈവകുഞ്ഞാടിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു, കയ്യിൽ കുരുത്തോലയുമായിട്ട്. ഹല്ലേലൂയ. അല്ലെ, ലോകത്തിൻ്റെ അവാർഡ് മാറ്റുകൊണ്ട് ഉപയോഗിക്കുന്ന കാര്യമല്ല അവിടെ പോയി കാണിച്ചത്, കയ്യിൽ കുരുത്തോലയുമായിട്ട്. സ്തോത്രം. പിന്നെ ഇവിടെ കാണുന്നത് പുതിയ യെരൂശലേം, മണവാട്ടി ഇറങ്ങിയത് നമ്മൾ കണ്ടല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ വാസസ്ഥലമാണ് പുതിയ യെരൂശലേം. കർത്താവ് പറഞ്ഞ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് അരുളി ചെയ്തു. നിങ്ങൾക്ക് എവിടെ താമസിക്കണം? സിയോനിൽ താമസിക്കണം, പുതിയ യെരൂശലേമിൽ താമസിക്കണം, പുതിയ ആകാശത്ത് താമസിക്കണം, പുതിയ ഭൂമി താമസിക്കണം. സമുദ്രമില്ല കേട്ടോ, നമ്മൾ വായിച്ചല്ലോ, സമുദ്രമില്ല. സ്തോത്രം. അല്ലേ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ പുതിയ യെരൂശലേമിൽ താമസിക്കുന്നവരുടെ അവസ്ഥ വേറെന്നാണ്. അത് തെറ്റുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം, പുതിയ യെരൂശലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച വിശുദ്ധന്മാരാണ് പുതിയ യെരൂശലേമിൽ താമസിക്കുന്നത്. മണവാട്ടി എന്ന് പറയും. സ്തോത്രം. മണവാട്ടിക്ക് പ്രത്യേക ഒരു അപ്പിയറൻസ് ഉണ്ട്. ഇപ്പം ഇന്നത്തെ ഉണ്ടല്ലോ മണവാട്ടി, അല്ലേ? ആണ്, നല്ല ഒരുങ്ങി നല്ല രീതിയിൽ വൃത്തിയായിട്ടൊക്കെ വരുന്ന, ഇന്നത്തെ പോലെ തുണിയില്ലാതെ വരുന്ന മണവാട്ടിയുടെ കാര്യമല്ലേ ഞാനീ പറയുന്നത്. ഓക്കെ, പുതിയ യെരൂശലേമിൽ പോകുന്നത് മണവാട്ടിയുടെ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രേഷ്ഠമായ അനുഭവമുള്ളവരാണ്. ടൈറ്റിൽ പറഞ്ഞ പോലെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചവരാണ്. അവരാണ് പുതിയ യെരൂശലേമിൽ താമസിക്കുന്നത്. ആണ്, വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആത്മീയ നല്ല കാഴ്ചപ്പാടും ആ വിഷനുള്ളവർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ, അല്ലാത്തവർക്ക് പിടികിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുക്കാൻ ഒക്കത്തുമില്ല. അത് വേറെ കാര്യമുണ്ട്. ചിലർക്ക് പിടികിട്ടത്തില്ല. എനിക്കൊരു സഹോദരനെ അറിയാം, പേര് ഞാൻ പറയുന്നില്ല, മർത്തമായില്ല. ഡെയിലി മന്നയിലുള്ള ഒരു സഹോദരന്, പേര് പറയുന്നില്ല. അപ്പോൾ എനിക്ക് മർത്തമാക്കാൻ നല്ലൊരു സഹോദരനെ കണ്ടിട്ടില്ല, ഞാൻ സംസാരിച്ചിട്ടുമില്ല, പക്ഷെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എഴുതിയായിരുന്നു, പാസ്റ്റർ, എനിക്ക് ഈ പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് എഴുതിയായിരുന്നു. ഒരു 2-3-4 മാസം മുമ്പ് ഡെയിലി മന്നയിലുള്ളൊരു മാർത്തോമാസിലെ സഹോദരൻ ഉണ്ട്, അമേരിക്കയിൽ താമസിക്കുന്നു. നല്ല സഹോദരന് ഈ പ്രസംഗമൊക്കെ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, എനിക്കറിയാം. ഐ നോ ദാറ്റ്. ഏതെങ്കിലും മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ എന്തിനാ അത് ഡിലീറ്റ് ചെയ്തെന്ന് ചോദിക്കും. അങ്ങനെയാണ് ആ സഹോദരന്. അങ്ങനെയുള്ളവരുമുണ്ട്. ദൈവവചനം പഠിക്കാൻ വളരെ താല്പര്യമുള്ളവരുണ്ട്. മർത്തോമാ സഭയിലെ ആളുടെ കാര്യം ഞാനീ പറയുന്നത്. നമ്മൾ ബന്ധുക്കൂസവർക്ക് എത്ര താല്പര്യമുണ്ട്?
ഉണ്ട്. ഈ ചോദിച്ച ആൾ ഈ യവനക്കാരനും അതാ വേറൊരു കാര്യം. യവനക്കാരനാണ്, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഇത് കേൾക്കും. ആണ് എത്ര പെന്തിക്കോസ്തർക്ക് അങ്ങനെ താല്പര്യമുണ്ട്? എനിക്ക് പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും സിയോനെക്കുറിച്ചും പഠിക്കണമെന്ന് താല്പര്യം എത്ര പേർക്കുണ്ട്? നമുക്ക് താല്പര്യം എന്താ? ഇലക്ഷന് നിൽക്കണം, എനിക്ക് സെക്രട്ടറി ആകണം, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ താല്പര്യം കിടക്കുന്നതല്ലേ? ഓക്കെ, അതിനിടയ്ക്ക് ഇത് ചിന്തിക്കുന്നത് എന്നോട് ചിന്തിക്കും. ഓക്കെ, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ആരും എന്നോട് പിണങ്ങൊന്നും വേണ്ട. സ്വതന്ത്രം. അപ്പം ഇപ്പം ഞാനിപ്പോൾ പറയാണ്, പുതിയ ഭൂമിയിലുള്ളവർക്ക് കർത്താവിൻ്റെ മുഖം കാണുമെന്ന് പറഞ്ഞ് 2 മിനിറ്റേ ഉള്ളൂ. പുതിയ ഭൂമി കർത്താവിൻ്റെ മുഖം എപ്പോഴും കാണാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, എനിക്കറിയാം, അതിനോടെ. പക്ഷെ ഒരു വാക്യം ഒന്ന് വായിക്കാമോ? 1-2 വാക്യം വായിക്കുമ്പോൾ ഒരുമാതിരി പിടി കിട്ടുമായിരിക്കും. 1 തിമോത്തിയോസ് 6:16 എന്ന് വായിച്ച്. 1 തിമോത്തിയോസ് 6:16. 1 തിമോത്തിയോസ് 6:16 എന്ന് വായിച്ചേ. കർത്താവും താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. നമ്മുടെ കർത്താവായ യേശു മാത്രമേ പിതാവായ ദൈവത്തെ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യർക്ക് ആർക്കും കാണുവാൻ കഴിയാത്തവൻ ആണ് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ ആത്മീയ മർമ്മങ്ങൾ നമ്മൾ പഠിക്കണം. അതെ, സ്തോത്രം. അതെ, അപ്പം നമ്മൾ കർത്താവിനെ മുഖാമുഖമായി കാണുമെന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് നമ്മൾ ആ ലെവലിൽ നമ്മൾ എത്തിയാലേ നമുക്ക് അനുഭവം. നമുക്ക് ഒരു വാക്കിന് വായിച്ചിട്ട് അവസാനിപ്പിക്കാം, സമയമാവുന്നല്ലോ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ എപ്പോഴും വായിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ഹല്ലേലൂയ സ്തോത്രം 23 വാക്യം വായിച്ചേ. 21:23. 21:23. നഗരത്തിൽ പ്രകാശിക്കുവാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവതേജസ് തന്നെ പ്രകാശിപ്പിച്ചു കുഞ്ഞാടിന്റെ വിളക്കാവും. അതല്ലേ 21:24. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും, ജാതികളുടെ വെളിച്ചത്തിൽ നടക്കും. ഭൂമി രാജാക്കന്മാർ തന്റെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. പുതിയ ആകാശവും പുതിയ ഭൂമി ഇറങ്ങി വന്നതിന് ശേഷമുള്ള കാര്യം പറഞ്ഞു. അവിടെ ജാതിയൊന്നുമില്ല, അവിടെ ജാതിയും ഒന്നുമില്ല, കർമ്മനും വെളുപ്പനും മറ്റേതൊന്നും അങ്ങനെയൊന്നുമില്ല. ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് അവരെവിടെ നിന്ന് വരുന്നു? അവർ സമ്മാനമായിട്ട് എവിടെ വരുന്നു? പുതിയ യെരുശലേമിൽ വരുന്ന കാര്യം വായിച്ചത്. ഫ്രം ഭൂമിയിൽ നിന്നും രക്ഷിക്കപ്പെട്ടവർ ഇതൊക്കെ പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇത് എവിടെ നിന്ന് വരുന്നു. ഭൂമിയിൽ നിന്നും അവർ എവിടോട്ട് വരുന്നു? പുതിയ യെരുശലേമിലോട്ട്. ഞാൻ അവസാനിപ്പിക്കട്ടെ, സമയം കഴിഞ്ഞു. അത് നമുക്ക് ഈ വചനത്താണ്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാം എത്രത്തോളം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചവരാണ്. നമുക്ക് അത് എത്തിപ്പിടിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം എന്ന് പറഞ്ഞു ഞാൻ വാക്ക് ചുരുക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.